നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ഒരു സുപരിചിതമായ ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം, ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സ് 23 and 24. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 23, 24. ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സസ് 23 and 24. നമ്മളിങ്ങനെ വായിക്കുന്നു. 23 വാക്യം, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്ത് അവനോട് പൊരുതി, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. പ്രൈസ് ഗോഡ്. ദൈവം ഈ പകൽ തന്ന ഒരു ദൂതാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മോടെല്ലാവരോടും ഈ പകൽ ദൈവം സംസാരിക്കാൻ പോവുകയാണ്. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതി. പക്ഷേ അടുത്ത ഭാഗം പറയുന്നു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഈ പകൽ ദൈവം തന്ന ദൂത് ഇതാണ്. നമ്മെ ദൈവം ഉറപ്പോടെ നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഓൺലൈനിൽ ജോയിൻ ചെയ്തവർ എത്ര പേര് ആമേൻ പറയും? നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ദൈവം പറയുന്നു, നിങ്ങളെ ദൈവം ഉറപ്പോടെ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല, പ്രതികൂലം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദൂത് ഇതാണ്, അതിൻ്റെ നടുവിൽ നിങ്ങളെ ഉറപ്പോടെ ദൈവം നിർത്തും. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. ചില സമയങ്ങളിലെല്ലാം വഴുവഴുപ്പിൻ്റെ അനുഭവങ്ങൾ കടന്നു വരും. അങ്ങോട്ട് ചെയ്യണമോ, ഇങ്ങോട്ട് ചെയ്യണമോ, അത് ചെയ്യണമോ, ഇത് ചെയ്യണമോ, പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ വരും. എന്ത് ചെയ്യണമെന്ന് അറിയാതെയൊക്കെ ചിലപ്പോൾ പകച്ചു നിൽക്കും. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന് പറയാനുള്ളത്, നിന്നെ ഉറപ്പോടെ ഞാൻ നിർത്തും. ദൈവം നിർത്തുന്നിടത്ത് നമ്മൾ വളരും. ദൈവം നിർത്തുന്നിടത്ത് നമ്മൾ ഫലം കായ്ക്കും. ദൈവം നിർത്തുന്നിടത്ത് നമ്മൾ പൂക്കും. ആമേൻ. മറ്റാർക്കും അതിനെ പറിച്ചു കളയാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ ദൈവം ഒരിടത്ത് നമ്മൾ നിർത്തി നമ്മെ ഉറപ്പിക്കുമ്പോൾ മറ്റൊരു ശക്തികൾക്ക് പറിച്ചു മാറ്റാൻ കഴിയത്തില്ല. എത്ര പേര് ആമേൻ പറയും? ഏതൊക്കെ ശക്തികൾ നിന്നെ ഓടിക്കാൻ നോക്കിയാലും, ഏതൊക്കെ ശക്തികളും വ്യക്തികളും നിന്നെ ഓടിക്കാൻ നോക്കിയാലും, വചനം പറയുന്നു, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. നിന്നെ ഓടിക്കാൻ നോക്കുന്നവർ ഓടിപ്പോകും. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നെ അവിടെ ഉറപ്പിക്കും. ദൈവമാണ് അവിടെ കൊണ്ടുവന്നതെങ്കിൽ, ദൈവമാണ് അവിടെ ഉറപ്പിക്കാനുള്ള പദ്ധതിയിൽ അവിടെ കൊണ്ടുവന്നതെങ്കിൽ, ദൈവത്തിന് പറയാനുള്ളത്, ആരോടിക്കാൻ നോക്കിയാലും നിന്നെ ദൈവം അവിടെ ഉറപ്പിക്കും. ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിൽ സ്വന്തമല്ലാത്തടുത്ത് നമ്മൾ പാർക്കേണ്ടി വരും. സ്വന്തമല്ലാത്തടുത്ത് വാടകയ്ക്ക്, ജനിക്കാത്ത സ്ഥലത്ത്, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത്. ആമേൻ. എന്നാൽ ചിലർക്ക് അത് രസിക്കണമെന്നില്ല. പ്രത്യേകിച്ചും അവിടെ താമസിച്ച് ഒരുപക്ഷെ നമ്മളൊന്ന് പച്ച പിടിക്കുന്നത് കണ്ടാൽ, നമ്മൾ ചെയ്യുന്നത് സാധിക്കുന്നു എന്നവർ കണ്ടു കഴിഞ്ഞാൽ തുരത്താൻ നോക്കും. നമ്മളവിടെ നാട്ടിപ്പായിക്കാൻ നോക്കും. ഇസ്ഹാക്ക് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി കൊയ്തു. പക്ഷെ ഇത് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇസ്ഹാക്കിന്റെ സ്ഥലത്തല്ല വിതച്ചത്, ആരുടെയോ സ്ഥലത്ത്, തൻ്റേതല്ലാത്ത സ്ഥലത്ത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നത് പോലെ താൻ വിതച്ചു. പക്ഷെ ദൈവിക അനുഗ്രഹത്താൽ അവിടെ പറയുന്നു, ആ ആണ്ടിൽ 100 മേനി കൊയ്തു. സ്വന്തക്കാർ നട്ടപ്പോൾ ഒന്നും കിട്ടിയില്ല. അവർ നോക്കിയപ്പോൾ അതുവരെ പാഴും ശൂന്യമായി കിടന്ന ഒരു സ്ഥലം, ഒരു നന്മയും ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. എന്നാൽ പിന്നെ ആരെങ്കിലും കൃഷി ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ട് കൊടുത്തതാ. എന്നാൽ ദൈവത്തിൻ്റെ മകൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, തുളസി ആൻറ്റി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അവിടെ വിതച്ചപ്പോൾ അവിടെ പറയുന്നത് 100 മേനി. നമുക്കൊരു 10 മേനി കിട്ടിയാലും നമ്മൾ സന്തോഷിക്കും, അല്ലേ? 25 കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ. പക്ഷെ 100 മേനി കിട്ടിയാലോ എത്ര അധികം ആഹ്ലാദിക്കും. അപ്പം നമ്മുടെ സന്തോഷം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ ആഹ്ലാദം, നമ്മുടെ നന്മ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇത് അസൂയ കൊണ്ടുവരും. ഇത് അസൂയ ജനിപ്പിക്കും.
അവർ പിന്നെ ചിന്തിക്കും, എങ്ങനെയെങ്കിലും ഇവനെ ഇവിടുന്ന് തുരത്തിയിട്ട് എനിക്കിത് ചെയ്യണം, അവൻ ചെയ്യുന്ന കൃഷി എനിക്ക് ചെയ്യണം, ഇവനെ ഇവിടുന്ന് പറപ്പിച്ചാലേ എനിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മളെ ദൈവം ജയിപ്പിക്കും, നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ആരെയും ആട്ടിപ്പായിക്കേണ്ട കാര്യമില്ല. ഞാൻ ജയിക്കാൻ മറ്റൊരു ബിസിനസ് തകരേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ എവിടെ വിതച്ചാലും അവിടെ നമ്മൾ കൊയ്യും. എന്നെ കേൾക്കുന്നവരും വിശ്വസിക്കണം. ഞാൻ ജയിക്കാൻ മറ്റൊരുവൻ പരാജയപ്പെടണമെന്നില്ല. അവൻ ജയിച്ചോട്ടെ, അവനേക്കാൾ 100 മേനി ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാൻ ജയിക്കാൻ മറ്റവൻ പരാജയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവനെ ഓർത്ത് നമ്മൾ അസൂയപ്പെടണ്ട. നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം, എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം നമ്മെ ജയിപ്പിക്കും. അതുകൊണ്ട് ആരൊക്കെ നമ്മെ ആട്ടിപ്പായിക്കാൻ നോക്കിയാലും ദൈവം പറയുന്നു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. എത്ര പേര് ചില വില്ലാളികളെ നേരിടുന്നവരുണ്ടെന്ന്? നമ്മെ ഓടിക്കാൻ നോക്കുന്ന വ്യക്തികൾ, നമ്മളെ ഇഷ്ടപ്പെടാതെ നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കാതെ അസൂയപ്പെടുന്നവർ, നമ്മുടെ നന്മ കാണുമ്പോൾ എങ്ങനെയെങ്കിലും അതിനെ തകർത്ത് കാണുമെന്ന് ആഗ്രഹിക്കുന്നവർ, പുറമേ ചിരിച്ചു കാണിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ്. തകർച്ചയിൽ സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന വ്യക്തികളാണ്. തകർച്ചയിൽ കൈയടിക്കാൻ കാത്തിരിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ദൈവം പറയുന്നു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. യോസഫിനെ കുറിച്ചുള്ള ഒരു പ്രവചന ദൂതാണ് അപ്പൻ കൈമാറുകയാണ്, ഓരോരുത്തർക്കും കൊടുക്കുന്ന അനുഗ്രഹമാണ്. എന്നാൽ യോസഫിനെ കുറിച്ച് പറയുന്നത്, നിന്നെ വിഷമിപ്പിക്കും ആൾക്കാർ, നിന്നോട് പൊരുതും ആൾക്കാർ, നിന്നെ തകർക്കാൻ നോക്കും, നിന്നോട് എയ്യും. പക്ഷെ അവനോട് പറയുന്നു, നിന്റെ വില്ല് ഉറപ്പോടെ നിൽക്കും. നമ്മുടെ ജീവിതത്തിലും വില്ലാളികളെ നമ്മൾ നേരിടേണ്ടി വരും, പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആരായിരുന്നെന്നറിയാമോ യോസഫിൻ്റെ വില്ലാളികൾ? വില്ലാളികൾ എന്ന് പറയുമ്പോൾ അവർ ശത്രുക്കൾ. അവനെതിരായി നിന്ന വില്ലാളികൾ ആരൊക്കെ? കുറേ പേരുണ്ടായിരുന്നു. അതിൽ ഒരു കൂട്ടത്തിൽപ്പെടുന്നവർ അവൻ്റെ സ്വന്തം സഹോദരന്മാർ. സ്വന്തം സഹോദരന്മാർ, രക്തബന്ധുക്കൾ, ചാർച്ചക്കാർ, അകത്തുള്ളവർ. അപ്പോൾ പലപ്പോഴും നമ്മുടെ വില്ലാളികളായി മാറുന്നത് നമ്മുടെ കൂടെയുള്ളവരാണ്. നമ്മുടെ കൂടെയുള്ളവരാണ്, സ്നേഹിതരാണ്, രക്തബന്ധുക്കളാണ് നമ്മുടെ വില്ലാളികളായി പലപ്പോഴും മാറുന്നത്. നമ്മുടെ സ്നേഹം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല, ഇവർ നാളെ നമുക്കെതിരായി തിരിയുമെന്ന്. ആ സ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നന്മകളുണ്ട്. അവരെ വിശ്വസിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ നാളെ ഇവർ വില്ലാളികളായി നമുക്കെതിരായി തിരിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വില്ലാളികളായി നമുക്കെതിരായി തിരിയുമ്പോൾ അകത്തുള്ളവർ, കൂടപ്പിറപ്പുകൾ വേദനിപ്പിക്കുമ്പോൾ, യോസഫിൻ്റെ ജീവിതത്തിൽ ആ സഹോദരന്മാർ, കൂടപ്പിറപ്പുകൾ വില്ലാളികളായി അവനെ നേരെ തിരിഞ്ഞു. അവനെ പൊട്ടക്കിണറ്റിലിടുകയാണ്. ആദ്യം കൊല്ലാൻ ഭാവിച്ചു, എന്നാൽ ദൈവം അവനെ രക്ഷപ്പെടുത്തി. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ അവൻ്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ മേലുണ്ട്. അവനെ ഉറപ്പോടെ നിർത്താനുള്ള ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഏത് വില്ലാളികൾ അവനെതിരായി വന്നാലും ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നു ഇവനെ ഉറപ്പിക്കുക എന്നുള്ളത്. ആമേൻ. ചില വില്ലാളികൾ അതുപോലെ തിരിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതെൻ്റെ നന്മയ്ക്കാണ്. എനിക്കെതിരായി ഇവർ തിരിഞ്ഞത് എന്നെ ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്താനാണ്, എന്നെ ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുത്താനാണ്, എന്നെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാനാണ്. ഈ പകൽ ദൈവം ഈ ദൂത് കൈമാറുമ്പോൾ ദൈവം ചിലരെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക. ചിലരെതിരായി തിരിയുമ്പോൾ ഇന്ന് പകച്ചു നിന്നു പോകരുത്. ദൈവത്തിൽ ശരണപ്പെട്ട് വിശ്വസിക്കണം, എന്നെ ദൈവം ഇവിടെ ഉറപ്പിക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരു അടയാളമാണ് ഇവർ എനിക്കെതിരായി തിരിഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഒരു അടയാളമാണ് ചിലരുടെ ഉള്ളിൽ ഒരു അസൂയ പൊങ്ങി വരുന്നത്, അസൂയയുടെ വാക്കുകൾ പൊങ്ങി വരുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കരുത്, എനിക്ക് ഇവിടം വിട്ട് പോകണമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയണം, എന്നെ ദൈവം ഇവിടെ ഉറപ്പിക്കും. അമ്മനെ കൊണ്ടുവന്നുവെങ്കിൽ എന്നെ ദൈവം ഇവിടെ ഉറപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ ഉറച്ചു നിന്നാൽ
ആരും ഓടിക്കാതെ ശത്രു ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ അവർ ജയിക്കും. ആമേൻ. ദൈവത്തിൽ അതുകൊണ്ട് വിശ്വസിക്കണം. എനിക്കെതിരായി ചില വില്ലാളികൾ എഴുന്നേറ്റ് വരാം. എൻ്റെ ആരാധനയ്ക്കെതിരായി, എൻ്റെ നന്മയ്ക്കെതിരായി, എൻ്റെ കുടുംബത്തിന് എതിരായി, എൻ്റെ ജോലി കണ്ട് എൻ്റെ ഉയർച്ചയിൽ അസൂയപ്പെട്ട് അകത്തുനിന്ന് ചില വില്ലാളികൾ, ഇതുവരെ സ്നേഹിച്ച് എന്നോട് പറ്റി നിന്നവർ, ഇതുവരെ എൻ്റെ സഹായം കൈപ്പറ്റിയവർ നാളെ എനിക്കെതിരായി തിരിയാം. എന്നാൽ ആ സമയത്തും ഓർക്കണം, ആമേൻ, ഒരു വില്ലാളികൾക്കും നമ്മെ തകർക്കാൻ കഴിയത്തില്ല. യുദ്ധത്തിൽ ജയം തരുന്ന യുദ്ധവീരനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ദൈവം നമ്മെ കൈവിടത്തില്ല. ഈ ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. ഈ കൂടപ്പിറപ്പുകൾ അവന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവനെ വിഷമിപ്പിച്ചു, അവനെ ദ്രോഹിച്ചു. ഓർത്ത് നോക്കിയേ, രക്തബന്ധുക്കൾ പൊട്ടക്കിണറ്റിലേക്ക് എറിയുന്നത്, കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നത് എന്താ? ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ. അപ്പൻ സ്വത്ത് പകുത്ത് നൽകിയതിൻ്റെ പേരിലല്ല, ഒരു സ്വപ്നം യാഥാർത്ഥ്യമായില്ല. അവൻ്റെ നിഷ്കളങ്കതയിൽ അവൻ പറഞ്ഞ ഒരു സ്വപ്നം അവരെ ഭയപ്പെടുത്തി. അവർക്കറിയാം ഇത് സംഭവിക്കും. അതിൻ്റെ പേരിൽ അവനെ ഇല്ലാതാക്കാൻ നോക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കൊരു സ്വപ്നമുണ്ടോ? നമ്മെ തന്നെ ഇല്ലാതാക്കാൻ ശത്രു ശ്രമിക്കും. നമ്മുടെ സ്വപ്നം മാത്രമല്ല, നമ്മെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. കാരണം ദൈവം തന്ന ഒരു സ്വപ്നം. അതുകൊണ്ട് അവിടെ പറയുന്നത്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, കൂടപ്പിറപ്പുകൾ അവനെ ദ്രോഹിച്ചു, അവനെ വിഷമിപ്പിച്ചു വല്ലാതെ. നോക്കി നിൽക്കുമ്പോൾ ഇതാ അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുക. നോക്കി നിൽക്കുമ്പോൾ കച്ചവടക്കാർക്ക് വേണ്ടി അവനെ വിൽക്കുക. നോക്കി നിൽക്കുമ്പോൾ കണ്ണിൽ ചോരയില്ലാതെ സഹോദരന്മാർക്ക് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഒരു സഹോദരൻ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവൻ യോസഫിനോട് അവർ പെരുമാറിയ അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. സഹോദരങ്ങളെതിരായി തിരിഞ്ഞാൽ പിന്നെ ആരുണ്ടല്ലേ? അതുപോലെ അവനെ വിഷമിപ്പിച്ചു. ഇനിയൊരു മറ്റൊരു ഗ്രൂപ്പുണ്ട്. നമ്മൾ യോസഫിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ വില്ലാളികൾ അകത്തുനിന്ന് സഹോദരന്മാർ തിരിയുന്നു, എന്നാൽ പുറത്തുനിന്ന് നമ്മൾ കാണുന്നു പോത്തിഫറിൻ്റെ ഭാര്യ വില്ലാളിയായി മാറും. അവിടെ എന്താ സംഭവിച്ചത്? താൻ ചെയ്യാത്ത കുറ്റത്തെ ആരോപണം, വ്യാജ പരാതി നൽകി അവനെ അകത്താക്കുക. പുറത്തു നിന്നുള്ള വില്ലാളി അകത്തുനിന്ന് അസൂയ പൊങ്ങുന്നു, സ്വന്തം സഹോദരന്മാർ എതിരായി മാറുന്നു. പുറത്തു നിന്നും വ്യാജ ആരോപണത്താൽ അവനെ പിടിച്ച് ജയിലിലാക്കുന്നു. വളരെ വിശ്വസ്തനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് വില്ലാളികൾ എഴുന്നേറ്റ് വന്നിരിക്കാം. എത്ര നല്ലതായി നമ്മൾ ചെയ്താലും ചെയ്തിടമില്ലാതെ കുറ്റം പറഞ്ഞ്, പരാതി പറഞ്ഞ്, ആരോപണങ്ങൾ പറഞ്ഞു പരത്തി നമ്മെ കുറ്റപ്പെടുത്തി ലോക്കപ്പിലാക്കുന്ന അവസ്ഥ. വില്ലാളികൾ വീണ്ടും വിഷമിപ്പിക്കുക, ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം വിധിച്ച് അവനെ വിഷമിപ്പിക്കുക, വേദനിപ്പിക്കുക, തടവറയിലാക്കുക, ആ കാരാഗ്രഹത്തിൽ കിടന്നവൻ വിഷമിക്കുക. വൈ? എന്തുകൊണ്ട് ഈ കുറ്റം, എന്തുകൊണ്ട് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു? ചെയ്യാത്ത കുറ്റം. ജീവിതത്തെ വിഷമിപ്പിക്കുന്ന വില്ലാളികൾ ഭവനത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും, നമ്മളതുകൊണ്ട് പാടുന്ന അകത്തു നിന്നും പുറത്തു നിന്നും പീഡനങ്ങൾ ഒന്നിനു പുറകെ ഒന്നാലെ വരികയാണ്. വല്ലാതെ വിഷമിപ്പിക്കുന്നു. അവർ എയ്തു വിടുകയാണ്, ആരോപണങ്ങൾ തൊടുത്തു വിടുകയാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവമക്കളെ, വചനം പറയുന്നു, ഓരോ അമ്പും നമുക്കെതിരായി വരുമ്പോൾ ആവനാഴിയിൽ നമ്മെ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ വില്ലിനൊരു കേടും വരാതെ, നമ്മുടെ അസ്ത്രത്തിനൊരു കേടും വരാതെ പൂണിയിൽ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എത്ര പേര് ആമേൻ പറയും? ആര് എതിർത്താലും, ആര് എയ്തു വിട്ടാലും, ആമേൻ, ഒരു അമ്പായി നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിന്നെ പൂണിയിൽ അവൻ നിന്നെ സുരക്ഷിതമായി നിന്നെ ഒളിപ്പിച്ചിട്ടുണ്ട്. ആര് എയ്യാൻ നോക്കിയാലും, ആര് ഏത് വീഴ്ത്താൻ നോക്കിയാലും, ആമേൻ, വീഴാൻ അനുവദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ആരോപണങ്ങൾ പറഞ്ഞ് വീഴ്ത്താൻ നോക്കും, പലതും പറഞ്ഞ് കുറ്റങ്ങൾ ആരോപിക്കാൻ നോക്കും, ചെയ്യാത്ത കുറ്റത്തെ നമ്മെ അടിച്ചേൽപ്പിക്കാൻ നോക്കും. പക്ഷേ പ്രവൃത്തിയിൽ ഭയങ്കരനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മെ ഉറപ്പിക്കുക എന്നുള്ളത്. ആമേൻ. അടുത്ത് ചെയ്യുക മാത്രമല്ല, അവനോട് പൊരുതി നിരന്തരം പോരാട്ടം.
ഒന്ന് ജയിക്കുമ്പോൾ മറ്റൊന്ന്, ഒന്ന് ജയിക്കുമ്പോൾ മറ്റൊന്ന്, ഒരു പരീക്ഷ കഴിയുമ്പോൾ മറ്റൊരു പരീക്ഷ, ഒരു യുദ്ധം കഴിയുമ്പോൾ മറ്റൊരു, നിരന്തരം യുദ്ധം. അവൻ സ്വപ്നം കണ്ടത് മുതൽ കാരാഗൃഹത്തിൽ പോകുന്നത് വരെ കണ്ടിന്യൂസ് യുദ്ധം, കണ്ടിന്യൂസ് പോരാട്ടം. അവനതിൽ വിഷമിച്ച് ജീവിതം ഇങ്ങനെ മുരടിക്കുക. കാരണം എവിടെ നോക്കിയാലും വില്ലാളികളാണ്, എവിടെ നോക്കിയാലും വില്ലാളികളാണ്. വില്ലാളികൾ അവനെതിരായി തിരിഞ്ഞു, അവനെ വിഷമിപ്പിച്ചു, എയ്തു, അവനോട് പൊരുതി. നമ്മൾ ജീവിതം നോക്കുമ്പോൾ തൻ്റെ സ്വപ്നവും സിംഹാസനവും തമ്മിൽ കുറേ ദൂരം ഉണ്ടായിരുന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ അവനൊത്തിരി ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അവൻ്റെ യാത്ര എളുപ്പമല്ലായിരുന്നു. അവൻ്റെ സ്വപ്നത്തിലേക്കുള്ള പ്രയാണം സുഗമമല്ലായിരുന്നു. ഇതിനിടയിലാണ് ഇത്രയും വില്ലാളികളെല്ലാം അവനെതിരായി എഴുന്നേറ്റ് വന്നത്. എന്നാൽ ആരൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴും ആദ്യമായി തൻ്റെ സഹോദരങ്ങൾ തനിക്കെതിരായി വില്ലാളികളായി എഴുന്നേറ്റു. പിന്നത്തേതിൽ പോത്തിഫറും കുടുംബം പുറത്തു നിന്നും വില്ലാളികളായി എഴുന്നേൽക്കുന്നു. എവിടെ നോക്കിയാലും ജീവിതത്തിൽ വിഷമവും വേദനയും പ്രതിസന്ധിയും മാത്രം സമ്മാനിച്ച് ഒരു കര കാണാൻ കഴിയാതെ അവനിങ്ങനെ വ്യാകുലപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. ജീവിതം തന്നെ അസ്തമിക്കുന്നുവെന്ന് തോന്നുന്നു. കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ തന്നെ സഹായിച്ചവരുണ്ട്, അവൻ രക്ഷിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അവനും മറന്നു കളഞ്ഞു. പ്രിയമുള്ളവർ, ചില വിഷമഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ സഹായിച്ചവർ നമ്മെ മറന്നിരിക്കും. അത് കൂടുതൽ വിഷമം നമ്മളെ കൊണ്ടുവരും, കൂടുതൽ വേദന നമുക്ക് സമ്മാനിക്കും. ആമേൻ. എന്നാൽ അവിടെ എല്ലാം കൂടെ നിന്ന ഒരു ദൈവമുണ്ട്. ഇവൻ്റെ വില്ല് ഉറപ്പോടെ നിൽക്കാനുള്ള പ്രധാന കാരണം അതിനും പറയുന്നു, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. എത്ര പേര് ആമേൻ പറയും? ഉറപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതയാത്രയിലും ഈ ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ആര് കൈവിട്ടാലും, ആര് ഒറ്റപ്പെടുത്തിയാലും, ആമേൻ, ആര് നമ്മെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ, ആമേൻ, ഈ ദൈവം നമ്മെ കൈവിടുകയല്ല, ഉപേക്ഷിക്കുകയല്ല. ദൈവം നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് ആവർത്തിച്ച് ദൂത് പറയാൻ ദൈവം പറയുന്നു, നിന്നെ അവൻ ഉറപ്പിക്കും. ഹല്ലേലൂയ. ഈ വില്ലാളികളെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞു പോയി. ആരൊക്കെ അവനെ വിഷമിപ്പിച്ചോ, ആരൊക്കെ അവനെ വേദനിപ്പിച്ചോ, പിന്നത്തേതിൽ നമ്മൾ കാണുന്നു ഈ വില്ലാളികളെല്ലാം യോസഫിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുകയാണ്. ഇല്ലാതാക്കാൻ ശ്രമിച്ച സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, അവനെ വിറ്റുകളഞ്ഞവർ, അടിമയായി കൊടുത്തവർ, അവരെല്ലാം വന്ന് യോസഫിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കുന്ന രീതിയിലേക്ക് ദൈവം കാര്യങ്ങളെ തിരിച്ചു. ആമേൻ. ഒരുവനെ ദൈവം ഉറപ്പിക്കാൻ ദൈവം തീരുമാനിച്ചാൽ, ആരൊക്കെ നമുക്കെതിരായി എഴുന്നേൽക്കുന്നുവോ, ആരൊക്കെ നമുക്കെതിരായി എയ്യുന്നുവോ, പോരാടുന്നുവോ, അവരുടെ മുമ്പിൽ തല ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവം. അവൻ്റെ ജീവിതത്തിലെ കാലങ്ങൾ മാറിപ്പോയപ്പോൾ ജയിലിൽ നിന്നും നേരെ കൊട്ടാരത്തിലേക്കുള്ള ഒരു ഉയർച്ച, അപ്രതീക്ഷിതമായ ഒരു ഉയർച്ച അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ദൈവം നമ്മെ ഉറപ്പിക്കുമ്പോൾ ദിവസങ്ങളോളം, മാസങ്ങളോളം പരീക്ഷ ഒരുപക്ഷെ നീണ്ടുപോയേക്കാം. ഒരു പ്രത്യാശയുമില്ലാതെ, കണ്ട സ്വപ്നവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യവും തമ്മിൽ ഒരു പൊരുത്തവുമില്ലാതെ, പലപ്പോഴും ഇങ്ങനെ പൊരുത്തക്കേട് മാത്രമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. എന്നാലും നമ്മളെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്നാൽ, ആമേൻ, സ്വപ്നം തന്ന ദൈവത്തിൽ വിശ്വസിച്ചാൽ, ഈ യഹോവ നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഈ ദൈവം കൈവിടത്തില്ല. സ്വപ്നത്തെ ദൈവം യാഥാർത്ഥ്യമാക്കും. സ്വപ്നം കൊടുത്തത് ദൈവമാണെങ്കിൽ, സ്വപ്നം തന്നത് ദൈവമാണെങ്കിൽ, ഏത് വില്ലാളികൾ ഇതിനിടയ്ക്ക് എഴുന്നേറ്റാലും അതിനെ ദൈവം കൈകാര്യം ചെയ്യും. എത്ര പേര് ആമേൻ പറയും? ഇന്ന് പകൽ നമുക്കെതിരായി കുടുംബത്തിനകത്ത് നിന്ന് വില്ലാളികൾ എഴുന്നേൽക്കും. ആമേൻ. ഒരു പക്ഷേ ഇതൂത് പറയുമ്പോൾ ആരൊക്കെയോ, ആമേൻ, കുടുംബത്തിനകത്ത് നിന്ന് പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ കൂടപ്പിറപ്പുകൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞവരുണ്ട്. ആമേൻ. എന്നാൽ ദൈവം പറയുന്നു, ഈ വില്ലാളികൾ ക്ഷയിച്ചു പോകും. കഴിഞ്ഞ ആഴ്ച സൺഡേ നമ്മൾ ചിന്തിച്ചു, ദാവീദിൻ്റെ ഗൃഹവും ശൗലിൻ്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധമുണ്ടായി. ദാവീദിൻ്റെ ഗൃഹവും ശൗലിൻ്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. പക്ഷെ അതിനുശേഷം എന്തു പറ്റി? ശൗലിൻ്റെ ഗൃഹം ക്ഷയിച്ചു പോയി. ദാവീദിൻ്റെ ഗൃഹം ബലപ്പെട്ട് വന്നു. അല്ലേ? അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ദീർഘകാല യുദ്ധം നടന്നു. രണ്ട് ഗൃഹവും തമ്മിൽ, ഒരു രാജകുടുംബവും ഒരു ആട്ടിടയൻ്റെ കുടുംബവും, ഒരു കുലീനനും ഒരു കുലഹീനനുമായവൻ. ആമേൻ. ഇവർ തമ്മിൽ കണ്ടിന്യൂസ് യുദ്ധം നടന്നു. എന്നാൽ
ബലപ്പെട്ട് നിന്ന ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചു പോയപ്പോൾ ഒന്നുമില്ലാതിരുന്ന ആട്ടിടയന്റെ കുടുംബം ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ബലപ്പെട്ട് വന്നു. പിന്നത്തേതിൽ ആട്ടിടയൻ രാജാവായി, രാജാവ് നിലംപതിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് ഓർത്ത് നോക്കി. ഇന്ന് പകൽ ഞാൻ ദൂത് പറയാം, ഏത് വില്ലാളികൾ നമുക്കെതിരായി എഴുന്നേറ്റാലും, ഒരുപക്ഷെ ഭവനത്തിനകത്ത് നിന്ന്, ഒരുപക്ഷെ പുറത്തു നിന്ന്, ഒരുപക്ഷെ ഭരണകൂടങ്ങൾ നമുക്കെതിരായി എഴുന്നേറ്റാലും ദൈവം പറയുന്നു ഓരോന്നിലും നിന്നെ ഉറപ്പിക്കാനാ. ഓരോ അമ്പെയ്യുമ്പോഴും നിന്നെ അത് ഉറപ്പിക്കാനാ. ആ ഓരോ അമ്പ് നിനക്കെതിരായി വരുമ്പോഴും നിന്നെ അവിടെ ഉറപ്പിക്കാനാ. നിനക്കെതിരായി വരുന്ന ഓരോ അസ്ത്രങ്ങൾ വരുമ്പോഴും അത് നിന്നെ തൊടാതെ നിന്റെ തലയ്ക്ക് മുകളിലൂടെ പോകുമ്പോൾ നിന്നെ അവിടെ ഉറപ്പിക്കാനാ. നിന്നെ ഉറപ്പിച്ച് നിന്റെ ബലത്തെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനാ. ആമേൻ. ചിലത് ഇന്ന് പകൽ ദൈവം പറയുന്നു, ചില അസ്ത്രങ്ങൾ തലയ്ക്ക് മുകളിലൂടെ മറികടന്നു പോകും. നിനക്കെതിരെ തൊടുത്തു വിട്ടത്, ലക്ഷ്യം വെച്ചത് നിന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നു ചില അസ്ത്രങ്ങൾ നിന്നെ തൊടാതെ, ആമേൻ, ഇന്ന് പകൽ നിന്നെ മറികടന്നു പോകുന്ന ചില രോഗങ്ങൾ നിന്നെ മറികടന്നു പോകും. ആമേൻ. ചില പ്രതിസന്ധികൾ നിന്നെ മറികടന്നു പോകും. ചില മരണദൂതന്മാർ നിന്നെ മറികടന്നു പോകും. നിന്നെ തൊടാതെ ചില അസ്ത്രങ്ങളെ ദൈവം മറികടത്തി വിടുകയാണ്. ആ കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആമേൻ, ആത്മാവിൽ ഞാൻ ദൂത് പറയാം. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി പറയാം, ചിലത് ഇന്ന് പകൽ നിന്നെ മറികടന്ന്, ലക്ഷ്യം വെച്ചത് നിന്നെയാണ്, പുറപ്പെട്ടത് നിന്നെ നോക്കിയാണ്, ആമേൻ, കൊത്തിപ്പറിക്കാൻ നോക്കിയത് നിന്നെയാണ്. എന്നാൽ മറികടത്തി വിടുന്ന ഒരു ദൈവകൃപ ഇന്ന് പകൽ നിന്നെ തൊടാതെ, നിന്റെ തലമുറയെ തൊടാതെ, നിന്റെ കുടുംബത്തെ തൊടാതെ, എത്ര വലിയ വില്ലാളികൾ തൊടുത്തു വിട്ടതായാലും പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയുന്നു, നിന്നെ തൊടാതെ. നിന്നെ തൊടത്തില്ല. ദൈവം പറയുന്നു, എന്റെ പൂണിയിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുകയാ. മറച്ചിരിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞേ. എന്നെ മറച്ചിരിക്കുന്നതിന് നന്ദി. ശത്രു കാണാതെ എന്നെ മറച്ചിരിക്കുന്നതിന് നന്ദി. ശത്രുവിന്റെ കണ്ണ് എന്നിൽ പെടാതെ എന്നെ മറച്ചിരിക്കുന്നതിന് നന്ദി. നാം അറിയാതെ ദൈവം നമ്മെ മറച്ചിരിക്കുക. ഹല്ലേലൂയ. ഏലിയാവിനോട് പറഞ്ഞു, നീ പോയി കെരീത്തിൽ പോയി അവിടെ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അവനെ തപ്പാത്ത സ്ഥലമില്ല. രാജാവ് സേവരെല്ലാം അടിച്ച് അവനെ തപ്പാത്ത സ്ഥലം. ദൈവം ഒരുവനെ ഒരിടത്ത് ഒളിപ്പിച്ചാൽ ചില കണ്ണുകൾക്ക് അത് കുരുടായി മാറും. നമ്മുടെ മുമ്പിൽ കൂടെ പോയാലും അവിടെ കണ്ണിനെ ദൈവം അന്ധത പഠിപ്പിക്കും. അവർക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ഇത് ദൈവം ഒളിപ്പിച്ചിരിക്കുക. നമ്മുടെ കൺമുമ്പിലൂടെ പോകും, നമുക്കവരെ കാണാം, അവർക്ക് നമ്മെ കാണാൻ പറ്റത്തില്ല. കാണാം, അതുപോലെ അന്ധത ദൈവം പഠിപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. ദാവീദും ശൗലും നോക്കി, ഒരു ഗുഹയിൽ രണ്ടുപേരും ഉണ്ട്. ദാവീദിനെ തപ്പി നടക്കുക ശൗലും കൂട്ടരും. ദാവീദ് അതിനകത്തുണ്ടായിരുന്നു, അല്ലേ? എന്നാൽ ദാവീദ് അതുവഴി പോകുമ്പോൾ ശത്രുക്കൾ ആരും അത് കണ്ടില്ല. എന്നാൽ ദാവീദ് കണ്ടു. ദാവീദ് പറഞ്ഞു, അവനൊരു അഭിഷിക്തനാകയാൽ അവനെ തൊടത്തില്ല ഞാൻ. പക്ഷെ നാളെ നേർക്കുനേർ നിൽക്കുമ്പോൾ ഇത് അവൻ അറിയണം, അവൻ എൻ്റെ കയ്യിൽ പെട്ടതാ, പക്ഷെ ഞാനൊരു ദ്രോഹവും ചെയ്യാത്തതാ. അതുകൊണ്ട് എന്ത് ചെയ്തു? വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് മുറിച്ചു, അല്ലേ? അടയാളമായിട്ട് വെച്ചു, കാണിക്കാൻ. നിൻ്റെ മുമ്പിലൂടെ പോയതാ, നിന്നെ എൻ്റെ കൈ കിട്ടിയത്, എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാമായിരുന്നു. പക്ഷെ നീ ദൈവത്താൽ തിരഞ്ഞെടുത്തവനായതുകൊണ്ട്, കൊലപാതകം ചെയ്യുന്നത് കുറ്റമായതുകൊണ്ട്, ദ്രോഹം ചെയ്യുന്നത് എൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടതാ. എന്നാൽ അതേസമയം തിരിച്ചായിരുന്നെങ്കിലോ ദാവീദിൻ്റെ കഥ കഴിച്ചേനെ. ആമേൻ. എന്നാൽ ശത്രുവിൻ്റെ കണ്ണിനെ ദൈവം കുരുടാക്കി. ചില സമയങ്ങളിലുണ്ടോ ചിലരെ ദൈവം അന്ധത പഠിപ്പിക്കും. നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോഴും അവൻ എഴുതുന്ന എഴുത്തുകളെ തെറ്റിക്കും. അവൻ നമുക്കെതിരായി എഴുതുന്ന എഴുത്തുകളെ തെറ്റിക്കും. അവിടെ അന്ധത പഠിപ്പിച്ച് എഴുതുന്നത് ഉദ്ദേശിച്ചത് ഒന്നാണെങ്കിലും എഴുതി പിടിക്കുന്ന മറ്റൊന്നായിരിക്കും. ദൈവം അനുകൂലമായി നമുക്ക് ഇടപെടും. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ദൈവം നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവം നമ്മെ ഉറപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ, ആമേൻ, ചില ശത്രുക്കളുടെ മുമ്പിൽ, ചില വില്ലാളികളുടെ മുമ്പിൽ ദൈവം പറയുന്നു, അവൻ്റെ അസ്ത്രം നിന്നെ തൊടാതെ, ചിലത് നിന്റെ തലയെ തൊടാതെ നിന്റെ തലയ്ക്ക് മുകളിലൂടെ അത് പോകും. ആമേൻ. ചിലത് തലയ്ക്ക് മുകളിലൂടെ പോകും. അതിൽ പരാതികൾ മാറി വരും. ആമേൻ. അതിൻ്റെ കണ്ടന്റ് ദൈവം മാറ്റും, അതിൻ്റെ അവസ്ഥകൾ ദൈവം മാറ്റും. അതുപോലെ എഴുതുവിടുന്ന ഒന്നും നമ്മെ തൊടാതെ
അത് മറികടന്നു പോകും. ഇത്രയും വില്ലാളികൾ എഴുന്നേറ്റപ്പോഴും യോസഫിനെ ഒന്ന് ഓർത്ത് നോക്കി, താനൊന്നും പ്രതികരിച്ചില്ല, എതിരായിട്ടൊന്നും പ്രതികരിച്ചില്ല. ഭരണ തലത്തിലെത്തിയപ്പോഴും അധികാരം കയ്യിലുള്ള വന്നപ്പോഴും സ്വാധീനം കൈ വന്നപ്പോഴും പ്രതികാരമൊന്നും ചെയ്തില്ല കേട്ടോ ആൻറ്റി. പണ്ടവൻ ആരുമില്ലാത്തവനായിരുന്നു, സഹോദരന്മാർക്ക് എന്തും ചെയ്യാം, പ്രതികാരശേഷിയില്ല. പക്ഷെ ഇപ്പോൾ അവൻ ഭരണകൂടത്തിലെത്തി, തലപ്പത്തെത്തി, അധികാരം അവൻ്റെ കയ്യിലാണ്. രാജാവ് പറഞ്ഞു, പേരിന് ഞാൻ രാജാവായിരിക്കും. ഈ യോസഫ് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല. അവൻ പറഞ്ഞത് പറഞ്ഞതാ. വേണമെങ്കിൽ കുറച്ച് പട്ടാളക്കാരെ അയച്ചിട്ട്, അമ്മച്ചി അല്ലേ എൻ്റെ സഹോദരന്മാരെല്ലാം തട്ടിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല, തട്ടിയതാ. പക്ഷെ പ്രതികാരമൊന്നും ചെയ്യാൻ നിന്നില്ല. അധികാരം കയ്യിലുള്ളപ്പോഴും, തിരിച്ചടിക്കാൻ ശേഷി ഉണ്ടായിരുന്നപ്പോഴും തിരിച്ചടിക്കാതെ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഒരു വില്ലും വെറുതെ കളയാൻ അവൻ ആഗ്രഹിച്ചില്ല, ഒരു അധികാരവും ദുർവിനിയോഗം ചെയ്യാൻ അവൻ ആഗ്രഹിച്ചില്ല. ആമേൻ. വില്ലാളികളെല്ലാം ഒന്ന് മുട്ടുകുത്തുകയാണ്, അയ്യാ ഹെൽപ്പസ്, നമുക്കിനി ജീവിക്കണമെങ്കിൽ നീ കനിഞ്ഞാലേ ഉള്ളൂ. അപ്പവും ഇല്ല, വെള്ളവും ഇല്ല, ക്ഷാമം. ഇനി ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നീ കനിയണം. നോക്കിയ സാഹചര്യത്തെ ദൈവം മാറ്റിയത്, അവസ്ഥയെ ദൈവം മാറ്റിയത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ചില തിരിമറികൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചില തിരിമറികൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വേണ്ട എന്ന് എഴുതിത്തള്ളിയ ചിലർ നമ്മുടെ മുമ്പിൽ വരും. അതുപോലെ സാഹചര്യങ്ങളെ ദൈവം തിരിക്കും. നമുക്കെതിരായി നിന്നവർ, നമ്മെ കൊല്ലാൻ ഭാവിച്ചവർ, നമ്മെ തള്ളിക്കളഞ്ഞവർ, പൊട്ടക്കിണറ്റിലിട്ടതുപോലെ ചില വരണ്ട അവസ്ഥകളിലേക്ക് നമ്മെ തള്ളിയിട്ടവർ, പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മുമ്പിൽ അവർ വരും. നിന്റെ കരിഞ്ഞ അവസ്ഥ മാറും, നിന്റെ വറ്റിയ അവസ്ഥ മാറും, നിന്റെ ഉണങ്ങിയ അവസ്ഥ മാറും, നിന്റെ പൊട്ടക്കിഴിയുടെ അവസ്ഥ മാറും. നീ എന്നും പൊട്ടക്കിണറിൽ കിടക്കേണ്ടി വരത്തില്ല. അവിടെ നിന്നും ഒരു ഉയർത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെയുള്ളപ്പോൾ നീ ഏത് സമുദ്രത്തിൽ വീണാലും വെള്ളം നിന്റെ മീതെ കവിയാതെ, ഏത് തീയിൽ വീണാലും ഈ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കാതെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം ദൂത് വിളിച്ചു പറയുന്നു, ഈ അസ്ഥി താഴ്വരയിലും നീ വെന്തു പോകത്തില്ല, നീ ഇല്ലാതായി പോകത്തില്ല, നിന്നെ ഇവിടെ നിന്ന് ഉയർപ്പിക്കും. ആമേൻ. ദൈവമില്ലാത്തവനായി തോട്ടിൽ വീണാലും ചത്തുപോകും. എന്നാൽ ദൈവമുള്ളവനായി കടലിൽ വീണാലും ചാകത്തില്ല. കാരണം ദൈവം അവിടെ കൂടെയുണ്ട്. ദൈവം ഇല്ലാത്തവനായി മെഴുതിരി ഉരുകി കൈ വീണാലും മരിക്കാൻ അത് മതി. എന്നാൽ ദൈവമുള്ളവനായി തീയിൽ വീണാലും വെന്തു പോകത്തില്ല. ആ തീയെ പൂനിലാവാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒരു രോമത്തിന് പോലും ഹാനി വരാതെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ആമേൻ, ഒരനർത്ഥവും നമുക്ക് ഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഒരനർത്ഥവും നമുക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നമ്മുടെ കൂടെ എത്തണ്ട. അപ്പോൾ യോസഫിൻ്റെ വില്ല് ഉറപ്പോടെ നിന്നതിൻ്റെ ഒരു പ്രധാന കാരണം യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഓരോ വില്ലാളികളെയുമ്പോഴും, ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോഴും വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിന് ഹിതമുള്ളതേ നമ്മൾ ചെയ്യാവൂ. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യാവൂ. ദൈവത്തിന് അനിഷ്ടമായത് ഒന്നും ചെയ്യാതെ എപ്പോഴും ആഗ്രഹിക്കുന്ന കർത്താവ്, അങ്ങയ്ക്ക് ഹിതമുള്ളത് മാത്രമേ ഞാൻ ചെയ്യൂ, ദൈവത്തിന് ഹിതമുള്ളത് മാത്രമേ ഞാൻ പറയൂ, ദൈവത്തിന് ഹിതമുള്ളത് മാത്രമേ ഞാൻ തീരുമാനിക്കൂ, ദൈവത്തിന് ഹിതമുള്ളിടത്ത് മാത്രമേ ഞാൻ പോകൂ, ദൈവത്തിന് ഹിതമുള്ള കമ്പനിയെ ഞാൻ തിരഞ്ഞെടുക്കത്തു. ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കൂട്ടുകെട്ടും ഒരു ചാറ്റും ഒരു ബന്ധവും ആമേൻ വേണ്ട എന്ന് നമ്മൾ വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. മറ്റുള്ള ബന്ധങ്ങളെല്ലാം ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റും. ഈ ബന്ധങ്ങളൊന്നും നമ്മെ രക്ഷിക്കത്തില്ല, ഈ ബന്ധങ്ങളൊന്നും നമ്മെ ഉറപ്പിക്കത്തില്ല. നമ്മെ ഉറപ്പിക്കുന്നത് ദൈവമാണ്. ബന്ധങ്ങളെക്കാൾ അതുകൊണ്ട് പ്രാധാന്യം ഫസ്റ്റ് ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുക. എൻ്റെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിന്, പ്രഥമ സ്ഥാനം ദൈവത്തിന്, മറ്റുള്ളതെല്ലാം പിന്നാലെ. അതുകൊണ്ട് വചനം പറഞ്ഞത്, ആദ്യം രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഇതോടെ സകലതും പുറകെ വരും. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരുന്നാലോ പുറകെ വരേണ്ടതെല്ലാം പിന്മാറിപ്പോവും, പുറകെ വരേണ്ട നന്മകളെല്ലാം നമ്മെ കൈവിട്ടു പോകും. അതുകൊണ്ട് പ്രഥമ സ്ഥാനം ദൈവത്തിന്. അവൻ്റെ വില്ല് ഉറപ്പോടെ നിൽക്കാൻ മറ്റൊരു കാരണം, അവൻ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. പ്രയാസം വന്നപ്പോൾ, പരീക്ഷ വന്നപ്പോൾ, ആരോപണം നേരിട്ടപ്പോൾ അവന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവിടെയും തൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. ദൈവസന്നിധിയിൽ പാപത്തോട് സന്ധി ചേരാതെ പാപത്തോട് അവൻ വിട പറഞ്ഞു.
അവരോട് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, ഇത് പാപമാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാ, എനിക്കിതുമായി സന്ധി ചേരാൻ കഴിയത്തില്ല. അങ്ങനെ അവൻ ദൈവത്തിൽ ഉറച്ചു നിന്നു, വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു, വിശ്വാസം അവൻ കൈവിട്ടില്ല. നമുക്കൊരു വലിയ സ്വപ്നം ഉണ്ടാകുമ്പോൾ, സാഹചര്യങ്ങൾ എതിരായി തീരുമ്പോൾ സംശയം നമ്മുടെ ഉള്ളിൽ വരും. ഒരു പരാജയം നമ്മൾ നേരിടുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ നമ്മുടെ പ്രത്യാശ ചോദ്യം ചെയ്യപ്പെടും, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. ആ പരീക്ഷ നേരിടുമ്പോൾ ഇത് സത്യമാണോ, ഈ ഈ ഈ ഈ ദർശനം ദൈവം തന്നതാണോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടോ? ഒത്തിരി ചോദ്യങ്ങൾ, ഒത്തിരി സംശയങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. കാരണം ദൈവം തന്ന സ്വപ്നവുമായി ഒരു പൊരുത്തവുമില്ല, എല്ലാം പൊരുത്തക്കേടാണ്, എല്ലാം വ്യത്യസ്തമായി പോകുകയാണ്. എന്നാൽ അവിടെ എല്ലാം യോസഫ് ഉറച്ചു നിന്നു. സ്വപ്നം തന്നത് ദൈവമാണ്. എൻ്റെ സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും, എൻ്റെ ജീവിതം ഉയർന്നും പൊങ്ങിയും വരുന്നത് പോലെ പൊങ്ങിയും താണ ഒരു അവസ്ഥയാണെങ്കിലും എന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. എന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു, വിശ്വാസത്തെ അവൻ കൈവിട്ടില്ല. യഹോവ അതുകൊണ്ട് അവിടെ പറയുന്നു, അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ജീവിതയാത്രയിലെല്ലാം നമ്മൾ ആഗ്രഹിക്കേണ്ടത് കർത്താവ് ദൈവം നമ്മോട് കൂടെ ഉണ്ടാകണം. സ്നേഹിതർ തള്ളിക്കളയാം, ബന്ധുക്കൾ വില്ലാളികളായി എഴുന്നേറ്റിരിക്കാം, കൂടപ്പിറപ്പുകൾ നമുക്കെതിരായി തീർന്നേക്കാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കിയേക്കാം, നിരപരാധിയാണെങ്കിലും ചില തടവറകളുടെ അവസ്ഥകളിലൂടെ, ബന്ധിക്കപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ഇതെല്ലാം ഒരു താൽക്കാലികം മാത്രം, ഇതെല്ലാം ഒരു ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം. ഇതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് യോസേഫിനോട് പറയുന്നു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഇന്ന് പകൽ ദൈവം നമ്മെ എല്ലാം ഉറപ്പോടെ നിർത്താൻ പോകും, ഉറപ്പോടെ നിർത്താൻ പോകും. ഒരുപക്ഷെ ഇതുപോലെ വില്ല് നേരിടുന്ന, അമ്പ് നേരിടുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നിരന്തരം അമ്പ്, കുടുംബത്തിനകത്തു നിന്നും എന്ത് ചെയ്തിട്ടും ചെയ്യാത്തതുപോലെ നിരന്തരം അമ്പ്, ആരോപണങ്ങൾ, കുറ്റങ്ങൾ, അമ്പ് പോലെ എയ്യുന്ന അവസ്ഥകൾ. ദൈവം പറഞ്ഞു, നിന്നെ ഉറപ്പിക്കാൻ പോവാ അവിടെ. ഈ ഒരമ്പും നിന്നെ തൊടത്തില്ല, ഒരമ്പും നിന്നെ തൊടത്തില്ല. ഒരമ്പിനും ശക്തി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ദൈവം ചെയ്യുന്നറിയാം, വില്ല് ഒടിച്ച്, കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അപ്പോൾ നമുക്കെതിരായി വരുന്ന ഓരോ വില്ലിനെയും ദൈവം ഓടിക്കും, നമുക്കെതിരായി വരുന്ന ഓരോ കുന്തത്തെയും ദൈവം ഓടിക്കും, നമുക്കെതിരായി വരുന്ന ഓരോ അസ്ത്രത്തെയും ദൈവം ഓടിക്കും. കാരണം നമ്മെ തൊടാതെ, നമ്മുടെ ശരീരത്തെ തൊടാതെ ഓരോന്നിനെയും ദൈവം ഓടിച്ച്, നമുക്കെതിരായി വരുന്ന രഥങ്ങളുണ്ട്, നമുക്കെതിരായി വരുന്ന വ്യക്തികളുണ്ട്. ദൈവം പറയുന്നു, അതിനെ ഞാൻ തീയിലിട്ട് ചുട്ടുകളയും. നമ്മൾ ഉറപ്പിക്കാൻ ദൈവം ചെയ്യുന്ന ഓരോ വഴികൾ, പദ്ധതികൾ ഓർത്തു നോക്കി നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയത്തില്ല. ദൈവം പറഞ്ഞു, നിനക്കെതിരായി വരുന്നത്, അകാരണമായി അന്യായമായി നിനക്കെതിരെ വരുന്നത്, അന്യായമായി നിനക്കെതിരെ തൊടുത്തുവിടുന്നത്, അന്യായമായി നിനക്കെതിരെ പറഞ്ഞു വരുത്തുന്നത്, അന്യായമായി നിനക്കെതിരെ ചെയ്യുന്നത്, ഇതെല്ലാം താൽക്കാലികം. പക്ഷേ ദൈവത്തിൻ്റെ നീതി നിന്റെ മേൽ വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാം ഉറച്ചു നിന്നാൽ, ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, താൽക്കാലികമായി പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. എന്നാൽ അവിടെ എല്ലാം നമ്മൾ ഉറക്കണം, എന്നെ ദൈവം ഉറപ്പിക്കും. കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ, വിളിച്ചത് ദൈവമാണെങ്കിൽ, വേർതിരിച്ചത് ദൈവമാണെങ്കിൽ, എന്നെ പറപ്പിച്ചു കളയാൻ നോക്കുന്ന ശക്തികളുടെ, വ്യക്തികളുടെ, നാട്ടുകാരുടെ മുമ്പിൽ ദൈവം പറയുന്നു, നിന്നെ അവിടെ ഉറപ്പിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നാട്ടുകാരോട് നമ്മൾ പൊരുതാൻ പോകണ്ട, തിരിച്ച് ഒരു അസ്ത്രവും എയ്യാൻ പോകണ്ട, തിരിച്ച് വില്ലാളികളായി മാറണ്ട. ദൈവസന്നിധിയിൽ കുഞ്ഞാടിനെ പോലെ വില്ലാളികളുടെ മുമ്പിലും അവർ എഴുന്നേൽക്കുമ്പോഴും എണ്ണത്തിലും വലിപ്പത്തിലും ശക്തിയിലും എല്ലാം അവർ വലുതായിരിക്കാം, പ്രബലപ്പെട്ടവരായിരിക്കാം. എന്നാൽ നീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിന്റെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് നിനക്ക് തോന്നും. എന്നാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവവേദനെ ദൈവം ദൂത് വിളിച്ച് പറയാൻ പറയുന്നു, നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവൻ. നിന്നോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. അതുകൊണ്ട് ജയിക്കുന്നത് നീയാ.
നമ്മുടെ കൂടെയുള്ളത് മാനുഷിക ശക്തികളല്ല, നമ്മുടെ കൂടെയുള്ളത് മാനുഷിക ആയുധങ്ങളല്ല. ആമേൻ. എന്നാൽ യുദ്ധവീരനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. യുദ്ധവീരനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ പരാജയപ്പെടുത്തുന്ന ദൈവമല്ല. ഒറ്റപ്പെട്ടവരോടെല്ലാം ദൈവം വിളിച്ചു പറയുന്നു. യോസേഫിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതിൻ്റെ നാളുകൾ അവനെ ഒത്തിരി വിഷമിപ്പിച്ചു, ഒത്തിരി വേദനിപ്പിച്ചു. എത്ര നാൾ ഞാൻ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കണം? എത്ര നാൾ ഞാൻ ഇതിലൂടെ കടന്നു പോകണം? എത്രത്തോളം ഞാനിത് സഹിക്കണം? എത്രത്തോളം ഞാൻ ഈ നിന്ന് അനുഭവിക്കണം? ഒത്തിരി ചോദ്യങ്ങളിലൂടെ അവൻ കടന്നുപോയി. എന്നാൽ ഓരോ ഘട്ടങ്ങളിലും വചനം പറയുന്നു, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അവനെ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇതെല്ലാം അവനെ ഉറപ്പിച്ച് ബലപ്പെടുത്തി ആമേൻ കൊട്ടാരത്തിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, വലിയ പ്ലാനുകൾ നമ്മുടെ മേലുള്ളപ്പോൾ ഒരുക്കങ്ങൾ അതുപോലെ വേണം. വലിയ പദ്ധതികളുള്ളപ്പോൾ ഒരുക്കങ്ങൾ അതുപോലെ വേണം. ഒരു MBBS ഡോക്ടർ ആകണമെങ്കിൽ പിന്നിൽ ഡോക്ടർ ആകുന്നതിന് മുമ്പ് അതുപോലെ ഒരുക്കങ്ങൾ. ഇന്നാൻ്റെ മോൻ്റെ എക്സാമാണ്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, മോനെ ദൈവം നല്ല വിജയം കൊടുക്കും. ഹല്ലേലൂയ, ആമേൻ. അതുപോലെ ഒരുക്കങ്ങളാണ്. പരീക്ഷ കട്ടിയ, അഡ്മിഷൻ പോലെ, നീറ്റ് എക്സാം ഹാർഡാണ്. അതുപോലെ ഇതെല്ലാം തരണം ചെയ്തവൻ മാത്രമേ ഒരു ഡോക്ടറായി പുറത്ത്. അങ്ങനെ വരുമ്പോൾ പേര് ഡോക്ടറാണ്, പക്ഷേ ഇതിൻ്റെ പിന്നിൽ അവർ കടന്നുപോയ വഴികൾ, എഴുതിയ പരീക്ഷകൾ, പഠിച്ച പാഠങ്ങൾ ഒന്നും എളുപ്പമല്ല. ആമേൻ. അതുപോലെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി, ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളപ്പോൾ ശോധനകൾ അതുപോലെ വരും. കാരണം ദൈവം നമ്മെ ഒരുക്കിയെടുക്കുകയാണ്, ദൈവം നമ്മളെ പണിതെടുക്കുകയാണ്. അല്ലെങ്കിൽ എന്തോ നമ്മൾ തൊട്ടാവാടി പോലെ വാടിപ്പോകും. ഒരു ചെറിയ വിഷയം വരുമ്പോൾ തന്നെ തൊട്ടാവാടിയെ പോലെ വാടിയാൽ ഒരു ഭരണം നടത്താൻ പറ്റൂ? രാജ്യത്തെ നന്നായിട്ട് ഭരിക്കാൻ പറ്റൂ? ജനങ്ങളുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ നിൽക്കാൻ പറ്റൂ? ഇല്ല. പക്ഷേ ഈ ശോധനകളുടെ എല്ലാം കടന്നുപോയി. സീറോയിൽ നിന്നും ജീവിതത്തിൻ്റെ പ്രതിബദ്ധതകളിലൂടെ അവനെ കടത്തിവിട്ട് വില്ലാളികളുടെ മുമ്പിൽ ദൈവം സ്ട്രോങ് ആക്കി അവനെ പുറത്ത് കൊണ്ടുപോകുന്നു. ആമേൻ. കാരണം ദൈവത്തിന് അതുപോലെ അവൻ്റെ മേലൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ തീയിലൂടെ കടന്നുപോയവൻ ഇനി വെയിൽ കൊണ്ടാൽ വാടത്തില്ല. ഈ തീയിലൂടെ കടന്നുപോയവൻ വെയിൽ കൊണ്ടാൽ വാടത്തില്ല. എന്നാൽ വെയിലിലൂടെ കടന്നുപോയവൻ തീ കണ്ടാൽ വാടും. വെയിൽ കണ്ട് വളർന്നവൻ തീ കാണുമ്പോൾ പേടിക്കും. എന്നാൽ തീ കണ്ട് വളർന്നവൻ വെയിൽ കണ്ടാൽ പേടിക്കത്തില്ല. കാരണം അവനറിയാം, തീയിലൂടെ ഞാൻ കുരുത്തു വന്നത്, വെയിലിന് എന്നെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ചില ശോധനകൾ തീയായി, അഗ്നിപരീക്ഷയായി നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ ഓർക്കണം, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഇതെന്നെ തകർക്കാനല്ല, ഇതെന്നെ മുടിക്കാനല്ല, എന്നെ പണിതെടുത്തൊരു പൊന്നായി പുറത്തു കൊണ്ടുവരാൻ, എന്നെ പണിതെടുത്തൊരു പൊന്നായി പുറത്തു കൊണ്ടുവരാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഈ ശോധനകൾ എന്നെ ഇല്ലാതാക്കാനല്ല, ഈ പ്രയാസങ്ങൾ എന്നെ ഇല്ലാതാക്കാനല്ല. ഒരു വില്ലാളിക്കും ദൈവം പറയുന്നു, നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ഏതെങ്കിലും അമ്പിലൂടെയൊക്കെ പോകുന്നവരാണോ? ഏതെങ്കിലും അസ്ത്രങ്ങൾ നേരിടുന്നവരാണോ? ആമേൻ. ഒരുപക്ഷെ ഒരു അസൂയയുടെ അസ്ത്രമായിരിക്കാം, നിരന്തരം അസൂയ കാരണം തൊടുത്തുവിടുന്നത്. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, ചിലപ്പോൾ കുറ്റാരോപണങ്ങളായിരിക്കാം, വ്യാജ പരാതികളായിരിക്കാം. നിങ്ങൾക്കെതിരായി ഓരോ അമ്പുകളായി അവർ എയ്തുവിടുന്നത്. ആമേൻ. എന്നാൽ ഒന്നും നിങ്ങളെ തൊടാതെ, ഒന്നും നിങ്ങളെ തൊടാതെ ദൈവം പറയുന്നു, ഓരോന്നിലും നിന്നെ വീറോടെ നിർത്തും, ഉറപ്പോടെ നിർത്തും. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി. എന്നാൽ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. നമ്മൾ ആരാധിക്കുന്നതും ഈ നാമത്തെയാണ്, നമ്മൾ ഉയർത്തുന്നതും ഈ നാമത്തെയാണ്. ആമേൻ. ഈ നാമത്തെ ഉയർത്തുമ്പോൾ ഈ നാമത്തിൻ്റെ ഉടമസ്ഥൻ അവിടെ ഇറങ്ങി വരും, നമ്മുടെ ആരാധനയിലും ഇറങ്ങി വരും. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഓരോരുത്തരുടെയും വ്യക്തികളുടെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. വില്ലാളികൾ വളരെ എണ്ണത്തിൽ അധികമായി നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതാ ഒരുവൻ വില്ലാളികളിലും വില്ലാളിയായി ഉയരങ്ങളിൽ നിന്നും ഇന്ന് പകലിറങ്ങി വരുന്നു. ആ കണ്ണുകളിൽ ഒരു അടച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഭൂമിയിൽ നിന്ന് ചില വില്ലാളികൾ നിനക്കെതിരായി എഴുന്നേൽക്കും. ഉറച്ചു നിന്നാൽ ശ്വാസം മാത്രമുള്ള വില്ലാളികൾ നിനക്കെതിരായി എഴുന്നേൽക്കും. എന്നാൽ ഇതാ സ്വർഗത്തിൽ നിന്നും വില്ലാളികളിലും വില്ലാളിയായ ഒരുവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം പറയുന്നു, ഒരു യുദ്ധം നീ നേരിടാൻ പോകുകയാണ്. ഒരു യുദ്ധത്തിലൂടെ നീ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജയം
തരുന്ന ഒരു ദൈവം വിളിച്ചു പറയുന്നു, ഇതാ സ്വർഗം തുറന്ന് അഗ്നിമയ രഥങ്ങളും കുതിരകളുമായി നിനക്ക് വേണ്ടി അയക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽ തുറക്കപ്പെടാൻ പോകുകയാണ്. ആമേൻ. നിന്റെ കണ്ണ് നോക്കുമ്പോൾ, ശത്രുക്കൾ കാണുമ്പോൾ നീ ഒറ്റയ്ക്കാണെന്ന് തോന്നും. ആമേൻ. എന്നാൽ ബാല്യക്കാരൻ നോക്കിയപ്പോൾ അവൻ കണ്ടത്, ആമേൻ, ഇതാ പർവ്വതങ്ങൾ നിറഞ്ഞിരിക്കുന്ന അഗ്നിമയ രഥങ്ങൾ കൊണ്ട് വീടിന് ചുറ്റും നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച. ആമേൻ. എലീശയ്ക്ക് ആമേൻ അറിയാമായിരുന്നു. എന്നാൽ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ട കാഴ്ച സാധാരണക്കാരല്ല. അഗ്നിമയ രഥങ്ങളുമായി ഇതാ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ശത്രുവിന്റെ മുമ്പിൽ ജയിപ്പിക്കാൻ, ശത്രുവിന്റെ മുമ്പിൽ ജയം തരാൻ. ആരാധിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ, നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ, ദൈവം ഒരിടത്ത് ഉറപ്പിക്കാൻ നമ്മളെ ആഗ്രഹിക്കുമ്പോൾ, ഈ പകൽ ദൈവം പറയുന്നു, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. വേദനിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, പല കാരണങ്ങളാൽ വിഷമിച്ചിരിക്കുന്ന ആമേൻ ദൈവമക്കളോടൊന്ന് പകൽ ദൈവം വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ഈ വിഷമം നിന്നെ നശിപ്പിക്കാനല്ല, ഈ വിഷമം നിന്നെ നശിപ്പിക്കാനല്ല, ഈ വില്ലാളികൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവം നിന്റെ പക്ഷത്തുണ്ട്, ദൈവം നിന്റെ പക്ഷത്തുണ്ട്. വിശ്വസിക്കുന്നവരെല്ലാം ആ ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് ചിന്തിക്കുന്നവർ, ആമേൻ, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് ചിന്തിക്കുന്നവർ, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് അനുഭവിച്ചറിയുന്നവർ, ഈ രോഗം നിന്നെ ക്ഷയിപ്പിക്കത്തില്ലെന്ന് വിളിച്ചു പറ, ഈ രോഗം നിന്നെ ക്ഷീണിപ്പിക്കത്തില്ലെന്ന് വിളിച്ചു പറ. ആമേൻ. ഈ വില്ലാളികൾ നിന്നെ തകർക്കത്തില്ലെന്ന് വിളിച്ചു പറ. അത്തരം തുറന്നു പകൽ പ്രഖ്യാപിക്ക്, ഈ ശത്രുവിനെ എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല, ഈ ശക്തികൾക്ക് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഞാൻ ദൈവത്തിന്റെ പൈതലാകയാൽ എന്നെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. തകർക്കാൻ എഴുന്നേറ്റിരിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽ ഈ ആരാധനയിൽ മുട്ടുമടക്കാൻ പോവുകയാണ്. ആമേൻ. നിന്നെ ഇല്ലാതാക്കുവാൻ എഴുന്നേറ്റിരിക്കുന്ന ശക്തികൾ ഈ ആരാധനയിൽ മുട്ടുമടക്കാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ചില വില്ലിനെ ദൈവം ഒടിക്കുന്നു, ആമേൻ ചില കുന്തങ്ങളെ ദൈവം മുറിക്കുന്നു, ചില രഥങ്ങളെ ദൈവം തീയിലിടുന്നു. നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ, ആമേൻ, നീ പാടി തുടങ്ങുമ്പോൾ നിനക്കെതിരായി നിൽക്കുന്നത് ഇന്ന് പകൽ നിലം പതിക്കുന്നത്. ഓ, ഇന്ന് പകൽ ജയാളിയായി നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക, ജയാളിയായി നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ഓ, ഇന്ന് നിന്നെ കൊണ്ടുവന്നത്, ഈ ദൂത് കേൾപ്പിക്കുന്നത് നീ ഒറ്റയ്ക്കല്ല എന്ന് പറയാനാണ്. ഈ ദൂത് കേൾപ്പിക്കുന്നത് നീ പരാജയപ്പെട്ടവനല്ല എന്ന് പറയാനാണ്. ഈ ദൂത് കേൾപ്പിക്കുന്നത് ആമേൻ നീ തകർന്നു പോകത്തില്ല എന്ന് പറയാനാണ്. ഈ ദൂത് കേൾപ്പിക്കുന്നത് നിന്നെ ഉറപ്പിക്കുമെന്ന് പറയാനാണ്. ഈ ദൂത് സ്വീകരിക്കുന്നവർ ഉറപ്പിക്കുന്നതിന്റെ പാതയിലാ നീ, ഉറപ്പിക്കുന്നതിന്റെ പാതയിലാ നീ. നീ അതിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാ. വില്ലാളികൾ തകരുന്ന, വില്ലാളികൾ തകരട്ടെ, വില്ലാളികൾ തകരട്ടെ, വില്ലാളികൾ തകരട്ടെ. ഇത് വില്ലാളികളുള്ള ഒരു കാലമാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് വില്ലാളികൾ എഴുന്നേൽക്കുന്ന ഒരു കാലത്താണ്. ആരാധിക്കുന്നവർക്കെതിരായി വില്ലാളികൾ എഴുന്നേൽക്കും. അകത്തു നിന്നും പുറത്തു നിന്നും പീഡനങ്ങൾ ഉണ്ടായേക്കാം. ആമേൻ. രക്തബന്ധുക്കൾ എതിരായി മാറിയേക്കാം. ആമേൻ. കൂടപ്പിറപ്പുകൾ വില്ലാളികളായി മാറിയേക്കാം. ഇന്ന് പകൽ അൾട്ടിമേറ്റ് വിക്ടറി ഈസ് ഗോയിങ് ടു ബി യുവേഴ്സ്. അന്തിമ ജയം നിനക്ക്, അന്തിമ ജയം നിനക്ക്. എയ്തു വിടുന്നവർ എയ്തു വിടട്ടെ, പോരാടുന്നവർ പോരാടട്ടെ. ആമേൻ. ദൈവം പറയുന്നു, അന്തിമ വിജയം നിനക്ക്. ചില രോഗങ്ങൾ, ആമേൻ, ആമേൻ, എയ്തു വിടുന്ന ശക്തികൾ, ആമേൻ, ഇന്ന് പകൽ താളടിയാകുകയാണ്. ഇന്ന് പകൽ അതിന്റെ ശക്തി ക്ഷയിച്ചു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം പറയുന്നു, നീ അതിനെല്ലാം മറികടക്കാൻ പോകുകയാണ്. വ്യക്തമായി ദൈവം പറയുന്ന ചില അപമാനങ്ങളെ നീ മറികടക്കും. ഈ അപമാനത്തിൻ്റെ പിന്നിലൊരു കഴമ്പില്ലെന്ന് ആമേൻ ജനങ്ങൾ മനസ്സിലാക്കും. ആമേൻ. ചില അപമാനങ്ങൾ മറികടക്കും. ഓ, ചില പേരുദോഷങ്ങൾ നീ മറികടക്കും. പല അമ്പായി നിന്നെ തകർക്കുവാൻ പല രീതികളിൽ ശത്രുവായവൻ ശ്രമിച്ച ആലോചനകൾ, ഗൂഢാലോചനകൾ ഈ പകൽ ആരാധനയിൽ ദൈവം തകർക്കുകയാണ്. ദൈവം പറയുന്നു, നീ ഇതിനെ മറികടക്കും. ആമേൻ. പല ആരോപണങ്ങളെ നീ മറികടക്കും, പല നിരാശയെ നീ മറികടക്കും. പലതിനെ നീ മറികടക്കും. യേശുവിന്റെ നാമത്തിൽ നിന്നെ കുറ്റം പറഞ്ഞവർ നിന്റെ മുമ്പിൽ വരും, നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്റെ മുമ്പിൽ ആമേൻ വരും. യേശുവിന്റെ നാമത്തിൽ നീ ഉറപ്പോടെ നിൽക്കുന്നത് കാണുമ്പോൾ
ഓ ശതരപടക ജഗതര. നമ്മൾ ഈ ഉറപ്പോടെ നിൽക്കുന്നത് കാണുമ്പോൾ എതിരായവരെല്ലാം അനുകൂലമായി വരും. എന്നാൽ ഒരു അസ്ത്രം തൊടുത്തു വിട്ട ഉടനെ തന്നെ നമ്മൾ ക്ഷീണിച്ചു പോയാൽ അവർ ജയിക്കും. അവർക്കറിയാൻ തീർന്നു. എന്നാൽ അസ്ത്രങ്ങൾ ഓരോന്ന് വരുമ്പോഴും ഉറപ്പോടെ നിന്നാൽ എഴുതി വിട്ടവരെല്ലാം നമ്മുടെ മുമ്പിൽ വരും. അവർക്ക് മനസ്സിലാകും, നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങളിൽ എന്തോ ഒരു ശക്തിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ആരോ യുദ്ധം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ആരോ നിങ്ങളുടെ പിന്നിലുണ്ട്. നമുക്കറിയാം നമ്മുടെ കൂടെയുള്ളത് സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് കൈമാറാൻ ദൈവം തന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ആയിരിക്കുന്ന അനേകർക്കെതിരായി വില്ലാളികൾ എഴുന്നേറ്റിരിക്കുകയാണ്, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. എന്നാൽ ചിലരോട് അഡ്വാൻസായി ദൈവം ദൂത് പറയുകയാണ്, നിന്നെ ഉറപ്പിക്കും, നിന്നെ ഉറപ്പിക്കും. ഒരു അമ്പിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒരസ്ത്രത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ താങ്ക് യു ജീസസ്, ഓ താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം വലിയ മഹത്വം ഈ ആലയത്തിനകത്തേക്ക് വെളിപ്പെടാൻ ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പലവിധമായ അമ്പുകൾ നാല് പാട് നിന്നും നിങ്ങൾക്കെതിരായി നേരിടുന്ന നിങ്ങൾ വ്യക്തിയാണെങ്കിൽ, നിങ്ങളറിയാത്ത ചെയ്യാത്ത കുറ്റത്തിന് പോലും കുറ്റം നിങ്ങളുടെ പേരിൽ ചാർത്തി പേരിനെ മോശമാക്കാൻ, നിങ്ങളുടെ പേരിനെ കളയാൻ, ജീവിതത്തെ കളങ്കപ്പെടുത്താൻ നോക്കുന്ന ശക്തികൾ, പല രീതികൾ നിങ്ങൾക്കെതിരായി വില്ലാളികളായി എഴുന്നേൽക്കുമ്പോൾ ദൈവം പറയുന്നു, നിന്നെ ഉറപ്പിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം അക്കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ എന്നെ ദൈവം ഉറപ്പിക്കും എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ഓ ഹാലൽ, എന്നെ തകർക്കാനൊരു ശക്തിക്ക് കഴിയത്തില്ല. ഹാലലൂയ. എന്നെ തകർക്കാനൊരു ശക്തിക്ക് കഴിയത്തില്ല. എന്നെ തകർക്കാനൊരു പറഞ്ഞേ, എല്ലാവരും പ്രഖ്യാപിച്ച യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിച്ച് പറ, എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഓ ഹാലൽ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ തന്നെ ശബ്ദം സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞ്, എന്നെ തകർക്കാനൊരു ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടൊരു വില്ലാളി. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വില്ലാളിയുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട് ഒരു വില്ലാളി. അവൻ കേൾക്കെ ധൈര്യമായിട്ട് പറഞ്ഞു, എന്നെ തകർക്കാനൊരു വില്ലാളിക്കും കഴിയത്തില്ല, എന്നെ തകർക്കാനൊരു വില്ലാളിക്കും കഴിയത്തില്ല. എൻ്റെ കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. എണ്ണത്തിൽ ചെറുതാണെങ്കിലും കാഴ്ചയിൽ കുറിയവളാണെങ്കിലും ദൈവം പറയുന്നു, നിന്നെ ഒരു യോദ്ധാവാ. അസ്ത്രം തൊടുത്തുവിട്ട് കാത്തിരിക്കുന്ന പലരുമുണ്ട്. നിനക്കെതിരായി പറഞ്ഞു വരുത്തി കാത്തിരിക്കുന്ന പലരുമുണ്ട്. ആരോപണങ്ങൾ അഴിച്ചുവിട്ട് ഇപ്പം നടക്കുമെന്ന് കാത്തിരിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അവർ കാണുകെ ദൈവം മഹത്വം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ. വെറുതെ ഒരു മെസ്സേജ് കേട്ടു പോകാനല്ല, ദൈവം പറയുന്നു, നിന്നെ ഒരു യോദ്ധാവായി, ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു യോദ്ധാവായി യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇന്ന് വാർത്തെടുക്കുകയാ. യെസ്, വാർത്തെടുക്കുന്ന പകല, നിന്നെ ഒരുക്കിയെടുക്കുന്ന പകല യേശുവിൻ്റെ നാമത്തിൽ. അസ്ത്രങ്ങൾ നിന്നെ തൊടാതെ
ചില അസ്ത്രങ്ങൾ നിന്റെ ശരീരത്തിൽ പതിക്കാതെ അവനൊരു കവചമായി നിന്ന് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം. Hallelujah, 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 hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. പരിചയമായി നിന്ന് പരിപാലിക്കുന്ന ഒരു ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഞാൻ വായിക്കാം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വച്ചു. എന്നോട്, ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഒരു പ്രാവശ്യം കൂടി 2-ാം വാക്യം വായിക്കാം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. നമ്മുടെ കയ്യിൽ മറ്റൊരു അസ്ത്രവും മറ്റൊരു ആയുധവുമില്ല. എന്നാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ നാവോട് കൂടെ ഇരുന്ന് ദൈവം സംസാരിക്കും. നമ്മളൊരു പ്രയാസം നേരിടുമ്പോൾ കുറേ കാട് കയറി കുറേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം വേസ്റ്റാണ്. എന്നാൽ പറയേണ്ട ഒറ്റ വാക്ക് പറയുമ്പോൾ അവിടെ തീരും പ്രശ്നം. പറയേണ്ട ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ മതി, പറയേണ്ട ഒരു പോയിൻ്റ് മതി, അവിടെ തീരും ആ യുദ്ധം. അതിനുവേണ്ടി ദൈവം പറയുന്നു, നിൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വച്ചു. തൻ്റെ പൂണിയിൽ നമ്മളെ മറച്ചു, നമ്മളെ ഓരോരുത്തരെയും ഓരോ അമ്പാക്കി മറച്ചു വച്ചിരിക്കുക ദൈവം. അമ്മച്ചി, നമ്മൾ മറഞ്ഞിരിക്കുമ്പോൾ ഈ ശത്രു തൊടുത്തു വിടുന്ന അസ്ത്രമൊന്നും പതിക്കത്തില്ല. നമ്മളെവിടെയാണ് മറച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആവനാഴിയിൽ, ദൈവത്തിൻ്റെ പൂണിയിൽ നമ്മളെ മറച്ചിരിക്കുക. ഹല്ലേലൂയ. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ ഇതുപോലെ മറച്ചു. എത്രയോ പേര് അസ്ത്രങ്ങൾ തൊടുത്തു വിട്ടു, എത്രയോ പേര് നമുക്കെതിരായി എഴുന്നേറ്റു, എത്രയോ പേര് നേർക്ക് നേർ യുദ്ധം ചെയ്യാൻ വന്നു. അവിടെ എല്ലാം ദൈവം നമ്മെ മറച്ചു പിടിച്ചില്ലേ? അവിടെ എല്ലാം ദൈവം നമ്മെ ഒളിപ്പിച്ചില്ലേ? അതിനെ പറയുന്നു, അവൻ്റെ പൂണിയിൽ, ആവനാഴിയിൽ നമ്മെ മറച്ചു വെച്ചു. ആരും കാണാതെ, ശത്രു കാണാതെ, വില്ലാളികൾ കാണാതെ, അവരുടെ ഉന്നത്തെ തെറ്റിച്ച്, കണ്ണിന് അന്ധത പിടിപ്പിച്ച് ദൈവം നമ്മെ മറച്ചു വെച്ചു. ഇനിയും ഈ ദൈവം ഇത് ചെയ്യും. ശത്രു കാണാതെ, അവൻ്റെ കണ്ണ് പെടാതെ, ശത്രുവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയാതെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പതിയാതെ മറച്ചു പരിപാലിക്കുന്ന ഒരു ദൈവം. ഇതെല്ലാം ചെയ്യുന്നതിന് പറയുമ്പോൾ നമ്മെ ഉറപ്പിക്കാനാ. ചിലയിടത്ത് ദൈവം നമ്മെ ഉറപ്പിക്കാനാ. വേരോടെ പിഴുതു മാറ്റുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ദൈവം പറയുന്നു, നിന്നെ ഉറപ്പിക്കും. ശപദര ഘടക ജഗതര. വിശ്വസിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച യേശുവേ, മറഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച്, മറഞ്ഞിരുന്നിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ച്, ദൈവം മറച്ചു വെച്ചിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും, പ്രിയമുള്ളവരെ, ഓരോരുത്തരെയും ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ്. ആമേൻ. ചില ശത്രു കാണാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് പകലത് അനുഭവിച്ചുകൊണ്ട്, ആമേൻ, അനുഭവിച്ചുകൊണ്ട് ഒരു നിമിഷം ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് തുടങ്ങിയേ. എന്നെ മറച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത്, പരിപാലനത്തെ ഓർത്ത്,
എന്നെ മറച്ചു വെച്ചിരിക്കുന്ന കൃപയെ ഓർത്ത്, ആമേൻ, എന്നെ മറച്ചു പിടിച്ചിരിക്കുന്ന കൃപയെ ഓർത്ത്, ഒരു ശത്രുവും കാണാതെ വണ്ണം എന്നെ മറച്ചു വെച്ചിരിക്കുന്ന അത്യുന്നതന്റെ മറവിൽ എന്നെ മറച്ചു വെച്ചിരിക്കുന്ന സർവശക്തന്റെ നിഴലിൻ കീഴിൽ എന്നെ മറച്ചു വെച്ചിരിക്കുന്ന ആ ദയയെ ഓർത്തുകൊണ്ട് ഒരു കുട കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുന്നത് പോലെ ആ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ, ആ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ആമേൻ മറച്ചു പിടിച്ചിരിക്കുന്ന ദയയെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില അസ്ത്രങ്ങൾ ഇന്നു പകൽ വഴിമാറിപ്പോകും. ഓ, നിന്നെ തൊടാനുള്ളത് പോയി പതിക്കുന്നത് അവന്റെ മേലാണ്. നിന്നെ തൊടാനുള്ളത് പതിക്കുന്നത് അവന്റെ മേലാ. നിന്റെ മേൽ പതിയാതെ ഇന്നു പകൽ ചിലത് മാരകമായതും നിന്നെ തൊടാതെ ഈ പകൽ വഴിമാറിപ്പോകട്ടെ. നീ മരിക്കുമെന്ന് പറഞ്ഞ ചില അസ്ത്രങ്ങൾ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് തൊടുത്തുവിട്ട ചില അസ്ത്രങ്ങൾ, നിന്നെ നശിപ്പിച്ചിട്ട് ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞ് തൊടുത്തുവിട്ട ചില അസ്ത്രങ്ങൾ ഈ ആരാധനയിൽ അതെല്ലാം പൊളിയുകയാ. നിന്റെ ശൂന്യത കണ്ട് അടങ്ങൂ എന്ന് പറഞ്ഞ ചില വാക്കുകൾ ഈ പകൽ ദൈവം അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ചില വില്ലാളികളുടെ വാക്കുകൾ, നിനക്കെതിരായി എഴുന്നേറ്റ ചില വില്ലാളികളുടെ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. വചനം കേട്ടത് കൊണ്ടായില്ല, ദൂത് കേട്ടത് കൊണ്ടായില്ല, എന്നാൽ അതിനെ സ്വീകരിച്ച് ഈ ദൂത് എൻ്റെ മേൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിച്ച് നിങ്ങൾ ആരാധിക്കുമ്പോൾ, അതിനെ സ്വീകരിച്ച് നിങ്ങളെ വാ തുറക്കുമ്പോൾ ഇന്ന് പകൽ നിങ്ങളെ മിനുസപ്പെടുത്തുകയാ. ഈ പ്രാർത്ഥനയിൽ പലരുടെ ശാപവാക്കുകളെ അമ്പ് പോലെ നിങ്ങളുടെ ശരീരത്തിൽ ആഴമായി ആഴ്ന്നിറങ്ങിയ ചില വാക്കുകൾ, അതുമായി ബന്ധപ്പെട്ട വേദനകൾ, അതുമായി ബന്ധപ്പെട്ട് നീ ചുമക്കുന്ന ഒരു ഭയം, ഈ പകൽ ദൈവം അതിനെ ഓടിക്കുകയാണ്. ഏത് വ്യക്തി പറഞ്ഞതായാലും നിൻ്റെ ചെവിയിൽ കേട്ടത് നിനക്ക് മറക്കാൻ കഴിയാതെ അത് നിന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ വാക്കുകൾ കാരണമാണ് എനിക്ക് ഈ പ്രതിസന്ധിയെല്ലാം വരുന്നതെന്ന് നിൻ്റെ മനസ്സിൽ മന്ത്രിക്കുന്ന ഹല്ലേലൂയ 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 അങ്ങനെയുള്ള വ്യക്തിയോട് ദൈവം പറയുന്നു, നിൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി മാറ്റും. ആമേൻ 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 ആമേൻ. മൂർച്ചയുള്ള വാൾ പോലെയാക്കി മാറ്റും. നിങ്ങൾ ഇന്നതിനെ ജയിക്കും, ഇന്നതിനെ ജയിക്കും. നമ്മുടെ വാ മൂർച്ചയുള്ള വാളായി മാറുന്നത് ഞാൻ അറിയുമോ? ഈ ആരാധനയിലാണ്. മൂർച്ചയുള്ള വാളായി നമ്മുടെ വാ മാറുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, ഈ നമുക്കെതിരായി വന്ന വാക്കുകളെ നമ്മുടെ ആരാധനകൾ കൊണ്ട് നമ്മൾ ഖണ്ഡിക്കും. നമുക്കെതിരായി പറഞ്ഞു വിട്ടത് ഈ ആരാധന കൊണ്ട് നമ്മളതിനെ ഖണ്ഡിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെയുള്ള ചില വാക്കുകളെ, ഹല്ലേലൂയ, ശാപവാക്കുകളെ ഇന്ന് പകൽ ദൈവം ക്യാൻസൽ ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ജയാളിയായി 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 ഈ പകൽ കർത്താവേ നമ്മെ ജയാളിയാക്കി ദൈവം മാറ്റിയതിന് നന്ദി, ജയാളിയാക്കി മാറ്റിയതിന് നന്ദി. ദൈവം ഉറപ്പിക്കാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു. പരാജയപ്പെടുത്തുവാൻ നോക്കിയവരുടെ മുമ്പിൽ, ഏത് വീഴ്ത്തുവാൻ നോക്കിയവരുടെ മുമ്പിൽ ആമേൻ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി, അവരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി, ആമേൻ അവരുടെ ശ്രമങ്ങളെ ദൈവം പരാജയപ്പെടുത്തി, അവരുടെ ഉപായങ്ങളെ ദൈവം ഇന്ന് പകൽ ക്യാൻസൽ ചെയ്ത്, അവരുടെ ഗൂഢാലോചനകളെ ദൈവം തകർത്ത്, സംഘം ചേർന്നവരെ ദൈവം ഇന്ന് പകൽ തകർത്തതിനാൽ നന്ദി പറയുന്നു. നിന്നെ ജയാളിയാക്കുന്ന ഒരു അഭിഷേകം, നിന്നെ ജയാളിയായി പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം, ജയാളിയായി പുറത്തു വരുന്ന ഒരു ദൈവകൃപ ഈ പകൽ ദൈവം പകരുകയാണ്. നീ തോൽക്കാനുള്ള വ്യക്തിയല്ല, നീ തകരാനുള്ള വ്യക്തിയല്ല. തകരുവാൻ ശത്രുവാവൻ ആക്രമിക്കുമ്പോഴും അവന്റെ ആക്രമണങ്ങളെ അതിജീവിച്ച് ജയിക്കുന്ന ഒരു ജയാളിയാ.
ജയിക്കും. ഓരോരുത്തരെ നോക്കി ദൈവം പറയുന്നു നീ ജയിക്കും. ഓരോ വ്യക്തികളെ നോക്കി ദൈവം പറയുന്നു നീ ജയിക്കും. ആമേൻ. ഇനി നീ പരാജയപ്പെടത്തില്ല. ആമേൻ. ജയാളിയായി നീ മാറും. ആമേൻ. ജയാളിയായി മാറും. നീ തൊടുന്നത് സാധിക്കും. കർത്താവേ, ഇന്ന് പകൽ എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായി സ്തോത്രം. ഓൺലൈനിൽ ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ ഞങ്ങളുടെ മക്കൾക്കായി നന്ദി പറയുന്നു. പലവിധമായ വില്ലാളികളാൽ വിഷമിച്ചിരിക്കുന്ന ദൈവജനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദ്രോഹിക്കുന്ന വ്യക്തികൾ, വേദനിപ്പിക്കുന്ന വ്യക്തികൾ, പഴിക്കുന്ന, ശപിക്കുന്ന വ്യക്തികൾ ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനങ്ങൾ കെടുത്തിയതിന് നന്ദി പറയുന്നു. അനുഗ്രഹത്തിലേക്ക് ദൈവം കയറ്റിവിടുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഫ്രീയായി യോസേഫിനെ ഉയർത്തിയതുപോലെ ആമേൻ, ചില ഉയർച്ചകളിലേക്ക് നിന്റെ മക്കളെ കയറ്റി, വീണ്ടും ചില ഉയർച്ചകളിലേക്ക് ദൈവം കയറ്റി, ഒരു വലിയ സ്വസ്ഥതയിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വില്ലാളികളായി നിന്നവരെ മുട്ടുകുത്തിക്കുന്ന ഒരു ദൈവകൃപ ഇതിനകത്ത് ദൈവം പകർന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വരും ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ. വരും ദിവസങ്ങളിൽ അത് വെളിപ്പെട്ടു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപ, വലിയ ദൈവകൃപ, വലിയ ദൈവകൃപ, ശധരഗധര ജഗധര, വലിയ ദൈവകൃപ എല്ലാവരുടെ മേലെ ദൈവം പകർന്നതിന് നന്ദി പറയുന്നു. പിതാവേ, മിണ്ടാതിരുന്ന് അങ്ങ് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. കർത്താവ്, ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിണ്ടാതിരിക്കേണ്ട സ്ഥാനത്ത് മൗനമായിരിക്കാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തും, സഹായിക്കും. ഞങ്ങളുടെ ശക്തി പോരാ, ഞങ്ങളുടെ കഴിവ് പോരാ, ഞങ്ങളുടെ വിശ്വാസം പോരാ. വീണ്ടും ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ, വീണ്ടും ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ, വീണ്ടും ഞങ്ങളെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയെ അതിനെ കേട്ടതിനായി സ്തോത്രം. വീണ്ടും അനുഗ്രഹിക്കും. സഭാരാധന ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളുടെ മേൽ ദൈവം തുണ നിൽക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം കാണിക്കും. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുൻപേ മേശ ഒരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലെ ദൈവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിരുന്ന് വരുന്ന ദിവസങ്ങളിൽ ഒരുക്കപ്പെടാൻ, വലിയ പന്തൽ വലിച്ചു കെട്ടി വലിയ ആഘോഷമാക്കി ദൈവം മാറ്റാൻ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജയം പല മേഖലകളിലേക്കും വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ജയിച്ചു കയറുന്ന വ്യക്തികളായി തീരാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന തന്നതിനായി സ്തോത്രം. പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ജയത്തോടെ ദൈവം അയക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.